ചാലക്കുടി പുഴയിൽ അമ്മ സന്ധ്യ മകളെ എന്തിന് എറിഞ്ഞു കൊന്നു? വളരെ പ്രസക്തമായ ചോദ്യമാണത്. അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് പോലീസ് കണ്ടെത്തണം. വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് പോലീസിനത്. വളരെ കോംപ്ലക്സിറ്റി ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. കാരണം പോലീസ് കുറ്റച്ചാർജ് കൊടുക്കുമ്പോൾ ആ കാര്യം വ്യക്തമായിട്ട് പറയണം. 3.5 വയസ്സുള്ള തൻ്റെ മകളെ താൻ എറിഞ്ഞു കൊന്നത് എന്തുദ്ദേശത്തിലാണ്? എന്താണ് അതിൻ്റെ മോട്ടീവ്? അതിന് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ ശ്രമകരമായ ഒരു പണിയാണെന്ന് ഞാൻ പറയാൻ കാരണം, ഈ സംഭവത്തിന് സാക്ഷികളാരുമില്ല. നമ്മുടെ ഒരു പ്രിസംഷനാണ്, അത് നമ്മുടെ ഊഹമാണ്. കുട്ടിയെ ആ നഴ്സറി സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ആലുവ പുഴയെ കണ്ടു. പിന്നീട് അവർ പാലം കഴിഞ്ഞ് വരുമ്പം അവരൊറ്റയ്ക്കായതും കണ്ടു. അവരുടെ കയ്യിൽ നിന്ന് കുട്ടി നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായി. അതിൻ്റെ സാഹചര്യ തെളിവ് അത് കോടതി നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. പക്ഷേ എന്തിനാണ് 3.5 വയസ്സുള്ള കൊച്ചിനെ കൊന്നത്? കാരണം ഇതൊരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു കേസായതുകൊണ്ട് അതിൻ്റെ മോട്ടീവ് കൃത്യമായിട്ട് പോലീസ് പറയണം. അതിൻ്റെ സാഹചര്യം ആ കേസിന് ഉണ്ടാകണം. കൊല്ലേണ്ട സാഹചര്യം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞെങ്കിലേ മാത്രമേ ആ കേസ് നിലനിൽക്കുകയുള്ളൂ. പ്രത്യേകിച്ച് സാഹചര്യ തെളിവ് ബിൽഡ് ചെയ്ത് വരുന്ന കേസായതുകൊണ്ട് ഈ ഉദ്ദേശം, മോട്ടീവ് അത് കൃത്യമായിട്ട് കുറ്റച്ചാർജിനകത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ ശ്രമകരമായ ഒരു ജോലിയാണെന്ന്. പോലീസ് അത് കണ്ടെത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കൊച്ചിനോട് ഒരു വൈരാഗ്യം അമ്മയ്ക്കുണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ കൊച്ച് അമ്മയെ ഏതെങ്കിലും രീതിയിൽ വൈരാഗ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? അതൊന്നും സാധ്യതയില്ല. കുഞ്ഞു കൊച്ചാണ്, അറിവ് വെച്ച് വരുന്നതേ ഉള്ളൂ. അതിനെ എല്ലാ മനുഷ്യജീവികളെ കാണുന്ന എല്ലാവരെയും അത് സ്നേഹിക്കും. അതിലപ്പുറം അതിനൊന്നും അറിയില്ല. അപ്പോൾ കുട്ടിയോട് എന്തിനാണ് അമ്മയ്ക്ക് വൈരാഗ്യം? അവിടെയാണ് ഞാൻ പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. എന്തിനാണ് പിന്നെ ആ കൊച്ചിനെ അമ്മ കൊന്നത്? പ്രസക്തമായ ചോദ്യത്തിന് ഉത്തരം പോലീസ് കണ്ടെത്തിയേ പറ്റൂ. അത് കണ്ടെത്തണം. അത് വീക്കാകാൻ പാടില്ല. അത് വീക്കായി കഴിഞ്ഞാൽ കേസ് നിലനിൽക്കത്തില്ല. അതുപോലെ കുട്ടിയെ കൊന്ന കാര്യം പറയാൻ ആ പീഡിപ്പിച്ച ആ പ്രതിക്ക് അല്ലെ കൊച്ചച്ഛന് സാധിക്കുമോ? പറയാൻ കഴിയുമോ? അത് പോലീസ് ഒന്ന് ചോദിച്ചു നോക്കണം. എന്താണ് കൊച്ചിനോട് സന്ധ്യയ്ക്കുള്ള വൈരാഗ്യം? അത് ആ കൊച്ചച്ഛന് ചിലപ്പം പറയാൻ കഴിഞ്ഞേക്കുമായിരിക്കാം. അത് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ കുട്ടിയെ പുഴയെറിഞ്ഞ് കയറിയ കൊലക്കേസിൽ വ്യക്തത വരുള്ളൂ. അയാൾ കൊച്ചിനെ പീഡിപ്പിച്ചത് കാര്യം വേറൊരു ഒഫൻസും വേറൊരു കേസുമാണ്. പക്ഷേ ആദ്യത്തെ കേസ്, കൊലക്കേസിനകത്ത് അയാൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് പോലീസ് അയാളെ വിദഗ്ധമായി ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ റീഡിങ് എന്താണ്, ഈ കൊച്ചിനെ അമ്മ കൊല്ലാൻ കാരണം, അയാളുടെ വിശദീകരണം എന്താണ്, അയാളുടെ നിഗമനം എന്താണ്, അതിന് വലിയൊരു പ്രസക്തിയുണ്ട്. അത് ചിലപ്പം കൃത്യമായി ഈ കേസിൻ്റെ മോട്ടീവ് കണ്ടെത്തിയെന്നും വരാം. അതുപോലെ നിരന്തരമായിട്ട് അയാളെ കസ്റ്റഡി വാങ്ങിക്കുമ്പോൾ ആ കാര്യം ചോദിക്കണം. പിന്നെ ഒരു കാര്യം, ഈ രണ്ടാമത്തെ കേസിനകത്ത്, ഈ പീഡിപ്പിച്ച കേസിനകത്ത്, അതിനകത്ത് കുട്ടി ആ നഴ്സറി സ്കൂളിലെ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? സാധാരണ നമുക്കറിയാം, കുട്ടികളെ ഇതുപോലെ മൈനറായ കുട്ടികളെയൊക്കെ പീഡിപ്പിച്ച പല സംഭവങ്ങളും വരുന്നത് ക്ലാസ് ടീച്ചർമാരും അവരുടെ അടുപ്പം കാണിക്കുന്ന സ്കൂളിലെ ടീച്ചർമാരോടും നഴ്സറി സ്കൂളിലാണ്, അവിടെയൊക്കെയാണ് പറയുന്നത്. അല്ല കൂട്ടുകാരികളെടുത്ത് പറയും. ഇവിടെ 3.5 വയസ്സുള്ള കൊച്ചിന് കൂട്ടുകാരികൾ ഇങ്ങനെ കൺവേ ചെയ്യാനുള്ള അതിനുള്ള വളർച്ച കൊച്ചിനുമില്ല, കൂട്ടുകാരികൾക്കുമില്ല. ആ നഴ്സറി സ്കൂളിലെ ആ ടീച്ചറിനെ വളരെ ചോദിച്ചാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ കുട്ടിയുടെ പ്രൈവറ്റ് ഏരിയ വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ടീച്ചറെ, എനിക്ക് വേദന എടുക്കും, ഇന്ന ഭാഗത്ത് വേദനയുണ്ട്, തീർച്ചയായിട്ടും അത് പറയും. വേറെ സ്നേഹം കൊടുക്കുന്ന സ്ഥലങ്ങളൊന്നുമില്ല. അങ്ങനെ പറയുമ്പം ടീച്ചർ അത് നോക്കും, പരിശോധിക്കും. അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും സന്ദർഭത്തിൽ കൊച്ചിന് വേദന ഉണ്ടായപ്പം ആ നഴ്സറി സ്കൂളിലെ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ ആയയോട് പറഞ്ഞിട്ടുണ്ടോ?
അതെന്തായാലും പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു ടീച്ചറിൻ്റെ അടുത്ത് മിക്കവാറും പറയാനുള്ള സാധ്യത, അല്ലെ അവിടുത്തെ ആയയുടെ അടുത്തെങ്കിലും ആരോടാണ് ഇഷ്ടം അവിടെ ചോറ് കൊടുക്കുന്നതൊക്കെ അവർ വാരി കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആ കുട്ടിയുടെ പ്രൈവറ്റ് ഏരിയയിലെ 24 മണിക്കൂർ മുമ്പ്, മരണപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് ഒരു ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ അത് ഫ്രഷ് ഇഞ്ചുറിയാണ്. അതൊക്കെ നമ്മളെ ഞടുക്കിയ സംഭവങ്ങളാണ്. കൊച്ചച്ഛൻ്റെ വീട്ടിൽ ഏതെങ്കിലും ആൻറ്റിമാരുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യണം. അവരുടെ കുടുംബത്തിലോ അവരുടെ ബന്ധുക്കളോ ചുറ്റുവട്ടത്തുള്ളവർ ഈ കൊച്ചിൻ്റെ അടുത്ത് സ്നേഹം കാണിക്കുന്ന ഏതെങ്കിലും ആൻറ്റിമാരുണ്ടോ? ചിലപ്പോൾ അവരോടും പറയാനുള്ള സാധ്യതയുണ്ട്. ഈ കൊച്ചിൻ്റെ സഹോദരൻ, മൂത്ത സഹോദരൻ, ആ കൊച്ചിൻ്റെ അടുത്ത് ചിലപ്പോൾ വേറെ ആരോടും പറയാനില്ലെങ്കിൽ സ്വന്തം ചേട്ടൻ്റെ അടുത്തും പറയും, എനിക്കിവിടെ വേദന എടുക്കുന്നു. കൊച്ചിനൊരു അറിവില്ലല്ലോ. അപ്പോൾ വേദന എടുക്കുമ്പം ഇമ്മീഡിയറ്റായിട്ട് സ്നേഹിക്കുന്ന ആ ചേട്ടൻ്റെ അടുത്ത് പറയാം. മൂത്ത 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് അങ്ങാണ്ട് മൂപ്പമുള്ള കൊച്ചിനും. അതേ സമയത്ത് ആ വേദന എടുക്കുന്ന കാര്യം തീർച്ചയായിട്ടും കൊച്ചച്ഛൻ്റെ അടുത്ത് പറയും, പ്രതിയായ ആളുടെ അടുത്ത് പറയും. പക്ഷേ അയാൾക്കറിയാം അയാൾ കാരണമാണ് കൊച്ചിന് ആ വേദന ഉണ്ടായെന്ന്. അത് ഇഗ്നോർ ചെയ്ത് കൊച്ചിന് എന്തെങ്കിലും മുട്ടായി വാങ്ങിച്ചു കൊടുത്ത് സോപ്പിട്ട് അവിടുന്ന് അയാൾ കര കയറും. അപ്പം പോലീസിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യത്തിൽ വളരെ അധികം അധ്വാനിക്കേണ്ടി വരും. ഒന്ന്, മോട്ടീവ്. അമ്മ എന്തിനാണ് കൊച്ചിനെ കൊന്നത്? അത് കുറ്റച്ചാർജിൻ്റെ അകത്ത് അയാൾക്കെതിരായിട്ട് കുറ്റച്ചാർജ് പറഞ്ഞു പോയേ പറ്റൂ. അപ്പോൾ അതിലേക്ക് പോലീസ് നിരന്തരമായി ഇത്ര ഏരിയകളിൽ നഴ്സറി സ്കൂളായ ആ വീട്ടിലെ പ്രതി, കൊച്ചച്ഛൻ്റെ സഹോദരങ്ങൾ, അപ്പൻ സുഭാഷ്, അതിനടുത്ത് അവരുടെ ആൻറ്റിമാർ, കൊച്ചിനോട് ഇഷ്ടം കാണിച്ച സ്ത്രീകൾ, അങ്ങനെയുള്ളവരൊക്കെ ചോദിച്ചു വരുമ്പം കുറേയൊക്കെ വ്യക്തത ഉണ്ടാവും. എന്തുകൊണ്ടാണ് അമ്മ കൊച്ചിനെ കൊന്നത്? അതിനകത്ത് കൊച്ചച്ഛന് എന്തെങ്കിലും റോളുണ്ടോ? അതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അമ്മയ്ക്ക് കൊച്ചിനെ സംരക്ഷിക്കാനുള്ള താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു അബാൻഡൻ്റായിട്ട് കൊച്ചിനെ അങ്ങനെ വളർത്തത്തില്ലല്ലോ. അപ്പോൾ അതിന് പ്രേരകമായി ആ പ്രതി ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ അമ്മയെ, അല്ലെങ്കിൽ സന്ധ്യയെ സ്വാധീനിച്ചിട്ടുണ്ടോ? അപ്പോൾ അതും പ്രസക്തമായ ചോദ്യമാണ്. ഏത് ലെവലിലാണേലും ശരി, പോലീസ് ഇതിനകത്ത് എത്ര മിനിറ്റ് എത്ര സമയം ചോദ്യം ചെയ്യുന്ന പോലെ ഇരിക്കും. കാരണം കസ്റ്റഡി കിട്ടുന്ന 2 പേരെയും നിരന്തരമായി ചോദ്യം ചെയ്ത് ഇതിലേക്ക് സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ മോട്ടീവ് ലഭിക്കുകയുള്ളൂ. കുട്ടിയെ പീഡിപ്പിച്ച ആ കൊച്ചച്ഛന് അല്ലെങ്കിൽ പിതാവിൻ്റെ അനിയന് അമ്മ ഈ കൊച്ചിനെ കൊന്നത് എന്തിനാണെന്ന് അയാൾക്ക് പറയാൻ സാധിക്കും. അയാൾക്ക് സാധിക്കണം. അയാൾ ഇവരുമായിട്ട് തമ്മിൽ അടുപ്പമാണോ എന്താണ്? അയാൾക്കൊരു ബാധ്യതയായി വന്നോ? കൊച്ചിന് ഇതുപോലെയൊക്കെ പീഡനങ്ങളൊക്കെ ഏൽപ്പിച്ചപ്പം, കൊച്ചിൻ്റെ പ്രൈവറ്റ് ഏരിയയിലൊക്കെ വേദനയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പം അത് അമ്മ മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണോ അമ്മ കൊച്ചിനെ കൊന്നത്? എന്തുകൊണ്ട് കൊന്നു? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലാണ് ഈ കൊലക്കേസ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ചെങ്ങമനാട് പോലീസ് എൻ്റെ SHO ഉദ്യോഗസ്ഥർ അത് കൃത്യമായി കോടതി പറഞ്ഞില്ലെങ്കിൽ കേസ് വീക്കാവും. അതുപോലെ പുത്തൻകുരിശ് കേസിനകത്ത് കൊച്ചിനെ പീഡിപ്പിച്ച കേസിനകത്ത് അത് തീർച്ചയായിട്ടും അത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലും കുട്ടിയുടെ അടുപ്പമുള്ള അയാൾക്കാണെന്നൊക്കെ വീട്ടുകാർ തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിനകത്ത് എവിഡൻസ് പീഡിപ്പിച്ചതിനുള്ള അതിൽ സെമനോ അല്ലെന്നുണ്ടെങ്കിൽ സീറോ അങ്ങനെയുള്ള ബ്ലഡ് സ്റ്റെയിൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള ബാധ്യത അതിനകത്ത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അത് കാരണം ആ കൊച്ചു ഉപയോഗിച്ച ഡ്രസ്സുകൾ, അയാൾ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ ഇനി കണ്ടെടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതുകൊണ്ട് 2 കേസും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടഫാണ്. അതത്ര ഈസിയല്ല. അതൊരു കുറ്റച്ചാർജ് ആ പ്രതിയിലേക്ക് കുറ്റം ഫിക്സ് ചെയ്യാനായിട്ട് 2ഇടത്തും പോലീസ് ശ്രമമായി വിജയിച്ചെങ്കിൽ മാത്രമേ ആ കേസ് 2ഉം കൺവിഷനിലോട്ട് പോവുകയുള്ളൂ.